ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബേബി ജെൻഡർ പ്രഡിക്ഷൻ. പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ, എന്താണ് വാവാന്നറിയാൻ വേണ്ടിയിട്ട് ഗേൾ ആണോ ബോയ് ആണോ. അത് ഫസ്റ്റ് തന്നെ പറയട്ടെ, ഏത് ബേബി ആയിക്കഴിഞ്ഞാലും നമുക്ക് ഹാപ്പി തന്നെയാണ് അല്ലേ. ഏത് ബേബി ആയിക്കഴിഞ്ഞാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി, അത് ഗേൾ ബേബി ആയിക്കോട്ടെ ബോയ് ബേബി ആയിക്കോട്ടെ, ഏത് ബേബി ആയിക്കഴിഞ്ഞാലും ആ ബേബി ഹെൽത്തി ആയിട്ട് കിട്ടണം തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു എന്താ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ, എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരും ഇങ്ങനത്തെ വീഡിയോസൊക്കെ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കാറുമുണ്ട്. നമുക്ക് ഇന്നത് വേണം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല അല്ലേ, ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും ആ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ അമ്മമ്മമാരൊക്കെ പറയില്ലേ, കുറച്ച് മുതിർന്നവരൊക്കെ നമ്മളെ ശരീരപ്രകൃതി നേച്ചറും ഒക്കെ കണ്ടിട്ട് പറയില്ലേ, ഇത് നമ്മളെ ഫുഡിനോടുള്ള ഇഷ്ടം അങ്ങനെയെല്ലാം നോക്കിയിട്ടല്ലേ പറയാ, ഇത് ഇന്നത് ആൺകുട്ടിയായിരിക്കും ഇത് പെൺകുട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പോഴങ്ങനെ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കണ്ടത് വെച്ച് നോക്കുമ്പം അതൊക്കെ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വന്നത് എങ്ങനെയാണ്, നോർമലി അവർ പറയുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോഴിങ്ങനെ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇങ്ങനെ ഓരോ മുതിർന്നവരൊക്കെ നമ്മളെ വയറൊക്കെ കാണുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ ഓവറോൾ ലുക്ക് വെച്ചിട്ട് നമുക്ക് ഫുഡിനോടുള്ള താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. അതൊരു പണ്ട് തൊട്ടേ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പം അത് ഇപ്പം ചിലവർക്കത് ശരിയാവാം, ചിലവർക്ക് അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പം ഇതൊന്നും ഇവിടെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തോന്നുന്നല്ലേ, സയൻറ്റിഫിക്കലി പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നും. അപ്പോൾ എന്നാലും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മളെപ്പോലത്തുള്ള ജനറേഷനിലുള്ള ആൾക്കാരായിക്കഴിഞ്ഞാലും യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിലെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏത് ബേബി ആയിരിക്കും എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് അങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഡെലിവറിക്ക് ശേഷം നല്ല ഓർമ്മയായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയണേ. ആർക്കെങ്കിലും ഡെലിവറിക്ക് ശേഷം മറവി കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണേ കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോർമലി പറഞ്ഞു വരുന്നതും എൻ്റെ കേസിൽ നടന്നതും എന്താണെന്ന് നോക്കാം. വരുന്നതാണ് ക്രേവിങ്സ്. നമുക്ക് ഫുഡിനോടുള്ള, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നല്ലോ. അതിൽ സ്പൈസി സോൾട്ടി അല്ലെങ്കിൽ നല്ല മധുരമുള്ളത് അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നില്ലേ, അത് വെച്ചിട്ട് പറയുന്നുണ്ട്. കൂടുതൽ മധുരമാണ് ഇഷ്ടമെങ്കിൽ ഗേൾ ബേബി ആയിരിക്കും. അതുപോലെ സ്പൈസ്, എരിവും പുളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമെങ്കിൽ അത് ബോയ് ബേബി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചാൾക്കൊക്കെ അറിയായിരിക്കും, എനിക്ക് ജനിച്ചതൊരു ഗേൾ ബേബിയാണ്, പെൺവാവിയാണ്, മോളാണ്. അപ്പോൾ അതും ഈ ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടിട്ട് എരിവ് കഴിക്കാനായിരുന്നു ഇഷ്ടം, ഭയങ്കര എരിവിനോടായിരുന്നു താല്പര്യം. അപ്പോൾ തന്നെ ഞാനിങ്ങനെ എരിവുള്ള ഫുഡൊക്കെ കഴിക്കുന്നതും, എന്താ കഴിക്കാൻ താല്പര്യം നോക്കുമ്പോൾ എരിവ് എന്നൊക്കെ പറയുമ്പോഴേ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അന്ന് ഇത് ആൺകുട്ടി തന്നെയാണ്, എരിവ് താല്പര്യമാണെങ്കിൽ എരിവും പുളിയും ഇഷ്ടമെങ്കിൽ ആൺകുട്ടി തന്നെയായിരിക്കും. കാരണം എനിക്ക് മീൻകറി, മുളകിട്ട് വെച്ച മീൻകറി അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാധാരണ നോർമൽ തേങ്ങ അരച്ച കറി വെച്ചാൽ തന്നെ ഞാനതിൽ നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 3-4 കാന്താരി കൊണ്ടൊന്ന് ഉടച്ച് കഴിക്കും. നമുക്ക് അത്രയ്ക്ക് എരിവ് ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയലുണ്ട് ഇത് ആൺകുട്ടി തന്നെയാണ് എന്നുള്ളത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു, എനിക്ക് പെൺകുട്ടിയാ മോളാണ് ജനിച്ചത്. പക്ഷെ എനിക്കൊരു 8th മന്ത് ആയ സമയത്ത് സ്വീറ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു അഡിക്ഷൻ പോലെയൊന്നും അങ്ങനെ കഴിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഓറഞ്ച് ലഡു ഇല്ലേ, ഓറഞ്ച് ലഡുവിൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പ്രഗ്നൻസി ലാസ്റ്റോട്ട് വന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യണമല്ലോ ഷുഗറും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ഓറഞ്ച് ലഡു ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാക്കി മധുരമുള്ള പേട അതൊക്കെ നല്ല മധുരമല്ലേ, പേട ജിലേബി അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിക്കലൊന്നുമില്ല. പക്ഷേ നമുക്ക് 7ാം മാസം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേറ്റീവ്സൊക്കെ സാധനങ്ങൾ കൊടുത്തില്ല കഴിക്കുക. അപ്പോൾ അതിൽ ഞാൻ ഓറഞ്ച് ലഡുണ്ടോ നോക്കിയിട്ട് അത് പരിധി പിടിച്ച് കഴിക്കലുണ്ട്. അല്ലാതെ ഫസ്റ്റ് കൊടുത്ത് എനിക്ക് ഭയങ്കര എരിവ് തന്നെയാണ് ഇഷ്ടം. പ്രഗ്നൻസി ഡെലിവറി ആവുന്നത് വരെയും എരിവുള്ളത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എനിക്ക് അവർ അതിൽ പറയുന്നത് പോലെ ബോയ് ബേബി അല്ല, ഗേൾ ബേബിയാണ്. നെക്സ്റ്റ് മോർണിംഗ് സിക്നെസ് ആണ്.
മോർണിംഗ് സിക്നസ്സിൽ പറയുന്നത് മോർണിംഗ് സിക്നസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആയിരിക്കും. നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് മോർണിംഗ് സിക്നസ് ഒരു വൊമിറ്റിംഗ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മോർണിംഗ് സിക്നസ് അല്ലേ. അപ്പം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബോയ് ബേബി ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആയിരിക്കും. അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറ്റേ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ തന്നെ റിഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മോർണിംഗ് സിക്നസ്സിലോട്ടേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ പോലെ മോർണിംഗ് സിക്നസ് ആണെങ്കിൽ ബോയ് ബേബി ആണെന്ന് പറഞ്ഞു, മോർണിംഗ് സിക്നസ് ഒന്നും ഇല്ലെങ്കിൽ ഗേൾ ബേബി ആണെന്നാണ്. അപ്പോൾ എനിക്ക് മോർണിംഗ് സിക്നസ് ഒന്നും ഉണ്ടായിട്ടില്ല. രാവിലെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ രാവിലെ നീറ്റപ്പാട് അങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒന്ന് കറക്റ്റാണ്. മോർണിംഗ് സിക്നസ് ഉണ്ടായിട്ടില്ല, ഗേൾ ബേബി തന്നെയാണ്. പിന്നെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് അത് പറയുന്ന കേൾക്കാം. 140ക്ക് മുകളിലാണ് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് വരുന്നതെങ്കിൽ ഗേൾ ബേബി ആയിരിക്കും. അതുപോലെ ഓരോ മന്ത് കഴിയുന്നതിന് ഹാർട്ട് ബീറ്റ് കൂടി വരുന്നുള്ളത്. ശരിക്കും ഞാൻ കാണിച്ച ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇതൊക്കെ ആ സമയം യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നോക്കും ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന്. പക്ഷേ ഞാൻ കാണിച്ച ഹോസ്പിറ്റലിൽ നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്ന് അവർ പറയും, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എത്രയാണ് ഹാർട്ട് ബീറ്റ് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഡെലിവറി സമയത്ത് നമുക്ക് ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ലേബർ റൂമിൽ നിന്ന് നമുക്ക് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ വാവേൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ് ചെയ്യല്ലോ. അതിൽ എഴുതി കാണിച്ച സമയത്ത് എനിക്ക് 150 അങ്ങനെ ഒരു റേഞ്ചാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ സമയം നമ്മളതൊന്നും ചിന്തിക്കാൻ നിൽക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു 150 സംതിങ് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും കൂടി വീഡിയോസൊക്കെ കണ്ടു നോക്കി. ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കുന്ന സമയത്ത് കണ്ടു 140 എബവ് ആണെങ്കിൽ ഗേൾ ബേബി ആണെന്ന്. അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. ബോയ് ബേബിക്ക് 140 കുറവാണെന്നാണ് പറയുന്നത്. അപ്പം 140ക്ക് മുകളിൽ 150 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നെങ്കിൽ അത് ഗേൾ ബേബി ആണെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കറക്റ്റാണ്. നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അമ്മമാർ നല്ലോണം നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെൺവാവിയായിരിക്കും എന്നുള്ളത്. 2 തരത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് അമ്മമാർ നല്ലോണം ഗ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ വാവ പെൺവാവിയായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ വലിയ ഗ്ലോ ഉണ്ടോയെന്ന് വെച്ചാൽ അതിപ്പോൾ എനിക്ക് പറയാനറിയില്ലല്ലോ. അങ്ങനെ വലിയൊരു മോശം അങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ ചെറുതായിട്ട് പോലും ഉണ്ടായിട്ടില്ല. ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി ഗ്ലോ വന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിമ്പിൾസും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, ഡാർക്ക് സ്പോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഗ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്നുള്ളത് ആ ഒരു കാര്യം കറക്റ്റാണ്. പിന്നെ കഴുത്തിൽ വരുന്ന കറുപ്പ്, കഴുത്തിന് ചുറ്റും, അതായത് നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഏരിയ ഫുള്ള് കറുപ്പ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടിയും, കഴുത്തിനങ്ങനെ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഉണ്ടായിട്ടില്ലേ, പക്ഷെ ഒരു 7th മന്തൊക്കെ കഴിഞ്ഞ് 8th മന്ത് സ്റ്റാർട്ടിങ് ഒക്കെ ആയപ്പം കഴുത്തിൻ്റെ പിറകിൽ ഫുൾ കറുപ്പായി. നമ്മൾ കുളിക്കാണ്ട് ചളി കട്ട പിടിച്ച പോലെ എങ്ങനെ ഉണ്ടാവും അതുപോലെയായി. കുളിക്കാനിട്ടൊന്നുമല്ല കേട്ടാ. 8th മന്ത് ആയപ്പം തൊട്ടിച്ച് അങ്ങനെ നല്ലോണം കറുപ്പായി. അപ്പം വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കഴുത്തിന് കറുപ്പായി കഴിഞ്ഞാൽ ആൺകുട്ടിയായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യം തെറ്റായിരുന്നു. എനിക്ക് കഴുത്തിന് കറുപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ആൺകുട്ടിയല്ല. പിന്നെ മൂഡ് സ്വിങ്സിൻ്റെ കാര്യം പറയുന്നത്, ഗേൾ ബേബി ആണെങ്കിൽ നല്ലോണം മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ബോയ് ബേബി ആണെങ്കിൽ അങ്ങനെയൊന്നും മൂഡ് സ്വിങ്സ് ഉണ്ടാവില്ല എന്ന്. ആ ഒരു കാര്യം എനിക്ക് കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഫുള്ള് മൂഡ് സ്വിങ്സ് ആയിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, എന്തിനാണെന്ന് പോലും അറിയാണ്ട് സങ്കടം വരും, എന്തിനാണെന്ന് പോലും അറിയാണ്ട് ദേഷ്യം വരും. ചെറിയൊരു കാര്യത്തിന് ആ ടൈം പൊതുവേ എനിക്ക് അങ്ങനെ ദേഷ്യം കാര്യമൊന്നും വരാറില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയ ശേഷം ദേഷ്യം കുറച്ചുകൂടി കൂടി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അമ്മയാണ് അതിനെപ്പോഴും ആളാവുന്നത്. എൻ്റെ ദേഷ്യത്തിനെല്ലാം ഫുള്ള് അമ്മയായിരിക്കും ഉണ്ടാവുക. അപ്പം ദേഷ്യം നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ സങ്കടവും പെട്ടെന്ന് വരും. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്നുള്ളത്. എനിക്ക് നല്ല രീതിയിൽ തന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വയറിൻ്റെ ഷേപ്പ്, വലിയ വയറാണെങ്കിൽ പെൺകുട്ടിയാണെന്നും ചെറിയ വയറാണെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 7th മന്ത് വരെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വയറ് കണ്ടിട്ട് അധികം ആൾക്കാരും പ്രഗ്നൻ്റ് ആയ സമയത്ത് വയറ് കണ്ടിട്ട് പറയും ഇത് ആൺകുട്ടി തന്നെയാണ്, കാരണം വലിയ വയറൊന്നുമല്ല, ചെറിയ വയറാണ്, അപ്പോൾ ഇത് ആൺകുട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ചോന്ന് പറയും.
പെട്ടെന്ന് ഞാൻ ആ സമയത്ത് ഞാൻ വേഷ്ടിയും മുണ്ടൊക്കെയാണ് ഉടുക്കാറ്. ഒരു 4th മന്ത് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ വേഷ്ടിയും മുണ്ടും ഉടുക്കാറ്. അപ്പോൾ അത് ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വയറുള്ളതൊന്നും തോന്നൂല, വയറൊന്നും ഉണ്ട്, പ്രഗ്നൻ്റ് ആണെന്നൊന്നും പറയില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നില്ല, പ്രഗ്നൻ്റ് ആണെന്നൊന്നും അറിയൊന്നുമില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോയ് ബേബി ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞ് വയറുള്ളവർക്ക് ആൺകുട്ടിയായിരിക്കും. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് 8th മന്ത് തൊട്ടിട്ട് നല്ല വയറ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നാലും ആദ്യം തൊട്ട് തന്നെ എടുത്ത് പറഞ്ഞത് ഇത് ആൺകുട്ടിയായിരിക്കുന്നു വയറ് വെച്ചിട്ട്. പക്ഷെ തെറ്റായിരുന്നു, മോളാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് മുടി കൊഴിച്ചിലിൻ്റെ കാര്യം. മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ടെങ്കിൽ പെൺകുട്ടിയായിരിക്കും, മുടി കൊഴിച്ചിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 4ാം മാസം വരെയൊക്കെ അയ്യോ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലായിരുന്നു. അതായത് ഇത്ര കട്ടയായിട്ടാക്കിയിട്ട് ഒരു ചീകലിന് തന്നെ മുടി കൊഴിഞ്ഞു. കാണുമ്പോൾ തന്നെ സങ്കടം വരും, ഇതിനും മാത്രം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിന്. നമ്മളെ ചീർപ്പൊന്നും മുടിയിൽ തട്ടാൻ പറ്റൂല, അപ്പോഴേക്കിനും അത്രയും പാട് കൊഴിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിരുന്നു. ഒരു 4 മാസം കഴിയുന്നവരൊക്കെ നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കുറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ഹെയർ ഫോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് വീണ്ടും മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വന്നത്. അത്ര വരെ പിന്നെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതാ അതിലെടുക്കുകയെന്നറിയില്ല. ആദ്യത്തെ ഒരു 4 മാസം കഴിയുന്നത് വരെ മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഗേൾ ബേബിയാണ്, ഇല്ലെങ്കിൽ ബോയ് ബേബി എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, ഗേൾ ബേബിയാണ്. പിന്നെ നമ്മളെ ചൈനീസ് കലണ്ടർ, അത് എത്ര പേര് നോക്കുന്നുണ്ടെന്ന് അറിയില്ല. ചൈനീസ് കലണ്ടറിൽ നമ്മളെ ഏജ്, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നമ്മളെ ഏജ് അത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകിൽ ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുള്ള ഡേറ്റ് അതുകൂടി കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അതിൽ കാണിക്കും നിങ്ങൾക്ക് ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ എന്നുള്ളത്. അത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ജെൻഡർ പ്രഡിക്ഷനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചൈനീസ് കലണ്ടർ വഴി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചൈനീസ് കലണ്ടർ കൊടുത്തു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പീരീഡ്സ് ആയ LMP ഡേറ്റും കൂടി വെച്ചു കൊടുത്തു. അപ്പോഴെനിക്ക് വന്നിട്ടുണ്ടായത് ബേബി ഗേൾ എന്നാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ചൈനീസ് കലണ്ടർ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം എത്ര ആൾക്കാർക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ശരി കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതിൽ കാണിച്ചിട്ട് മാറി വരുന്നവരുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ താഴേന്ന് തൊട്ടിട്ട് വയറിൻ്റെ അടുക്ക വരെ ഒരു ലൈന് വരും എന്ന് പറയുന്നുണ്ട്. എന്തോ അതിന് പേരുണ്ട് പറയാൻ. ആ സമയത്ത് എനിക്കത് കറക്റ്റ് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതങ്ങനെ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ലൈനുണ്ട്. ആ ലൈന് പകുതിയായിട്ടാണ് വരുന്നതെങ്കിൽ ഗേൾ ബേബിയും ഫുള്ളായിട്ട് ലൈന് വരുന്നുണ്ടെങ്കിൽ ബോയ് ബേബിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബെല്ലി ബട്ടൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് താഴോട്ടേക്കാണ് ഉണ്ടായത്, ഫുൾ കംപ്ലീറ്റ് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, അപ്പോൾ ഗേൾ ബേബി ആണോ, ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ടില്ലല്ലോ, പകുതിയല്ലേ വന്നിട്ടുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റാണ്, എനിക്ക് പകുതിയേ വന്നിട്ടുണ്ടായിട്ടുള്ളൂ വരാം, അത് ഗേൾ ബേബി തന്നെയായി. പിന്നെ പ്ലാസെൻ്റേൻ്റെ പൊസിഷൻ, നമ്മൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് പ്ലാസെൻ്റ പൊസിഷൻ നോക്കിയിട്ട് ഈ ഒരു ജെൻഡർ പ്രഡിക്ഷൻ നടത്താമെന്ന് പറയുന്നത് കേട്ടു. പോസ്റ്റീരിയർ ആണെങ്കിൽ ആൺകുട്ടിയും ആൻറ്റീരിയർ ആണെങ്കിൽ പെൺകുട്ടിയും. എനിക്ക് സ്കാനിങ്ങിൽ ഫസ്റ്റ് തൊട്ടിട്ട് പോസ്റ്റീരിയർ ആയിരുന്നു പ്ലാസെൻ്റേൻ്റെ പൊസിഷൻ ഉണ്ടായത്, പക്ഷെ മോളാണ്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ തെറ്റിയിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ. നെക്സ്റ്റ് ആസിഡിറ്റി ഞാൻ അധിക വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ആസിഡിറ്റി ഉണ്ടെങ്കിൽ ആൺകുട്ടിയായിരിക്കും, ആസിഡിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് നല്ല രീതിക്ക് അസിഡിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എരിവിൻ്റെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ചെറുപയർ, പരിപ്പ്, കടല, ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ രാത്രി ആകുമ്പോഴേക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അസിഡിറ്റി വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് അസിഡിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടി ആയിരിക്കും എന്ന്, അസിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടി ആയിരിക്കും. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് അസിഡിറ്റി വന്നിട്ടുണ്ടായിരുന്നു, പെൺകുട്ടിയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഓപ്പോസിറ്റ്, ഇപ്പം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആൺകുട്ടി ജനിക്കണമെന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആവുന്ന ആൾക്കാരും ഉണ്ടാവും. ഇപ്പം എരിവ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് പെൺകുട്ടി ജനിച്ചു, അതുപോലെ എരിവ് ഇഷ്ടപ്പെട്ടിട്ട് ആൺകുട്ടി ജനിച്ചവരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബോഡീൻ്റെ ഒരു ടൈപ്പാണല്ലേ. നമുക്കങ്ങനെ ഒരിത് വെച്ചിട്ട് അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പം എവിടെയെങ്കിലും ഒരു ആൺകുട്ടി ഉള്ള അമ്മക്ക് എരിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പെൺകുട്ടിയുള്ള അമ്മക്ക് മധുരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് പിന്നെ അങ്ങനെ പറഞ്ഞ് പോകുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നോക്കാൻ ആർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അതേപടി വന്നിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക്